Why should I speak in Hindi? Okay. Why should I speak in Hindi? Okay. This is Karnataka, okay? You have to speak in Kannada. So You why? have to speak in Kannada. No, we will not speak in Kannada. Because Why we will? കേരളത്തിലെ IT പാർക്കുകളിലേക്ക് കൂടുതൽ മൾട്ടിനാഷണൽ കമ്പനികളും IT കമ്പനികളും വരുവാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരിക്കുന്നു. അതെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. കന്നഡ സംസാരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ കാർ ഡ്രൈവർ, ക്യാബ് ഡ്രൈവർ ക്രൂരമായി ചീത്ത വിളിക്കുന്ന ഒരു പാവം പാസഞ്ചർ, അന്യസംസ്ഥാനക്കാരനായ പാസഞ്ചർ, കന്നഡ അറിയാത്തതിന്റെ പേരിൽ ബസ്സിൽ നിന്നും തെറിവിളി കേൾക്കേണ്ടി വരുന്ന പാവം പാസഞ്ചേഴ്സ്. കന്നഡക്കാർക്ക് നിർബന്ധമായും 50% മാനേജ്മെന്റ് തസ്തികയിലും 75% അല്ലാത്ത തസ്തികകളിലും ജോലി നൽകണം എന്ന നിയമം പാസാക്കി പിൻവലിക്കേണ്ടി വന്ന കർണാടക സർക്കാർ ബാംഗ്ലൂർ പോലെ ഒരു മെട്രോ നഗരം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികളടങ്ങുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കുടുംബമടക്കം താമസിക്കുന്നവർ ബാംഗ്ലൂരിൽ സുരക്ഷിതരല്ലേ? എന്താണ് കർണാടകത്തിൽ സംഭവിക്കുന്നത്? RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് RR ടോക്സിന് എന്നും ഊർജ്ജം പകരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. I think you are getting so angry. You are getting charged up. No. I did not want you to try. I did not want you to go in Hindi. ವರ್ಕ್ ಆಗಲ್ಲ ಗುರು. ಕನ್ನಡ ಮಾತಾಡೋಗಿರಲ್ಲ, ಇಳಿದೋಗು. ಮಾತಾಡಬೇಡ I ಜಾಸ್ತಿ. said I don't know your language. ಕನ್ನಡ ಮಾತಾಡೋದು ಚಿಕ್ಕ ಮುಂಚೆ ಇಳಿದೋಗು. I don't know your language. എന്തായാലും ബാംഗ്ലൂർ ആസ്ഥാനമായി അല്ലെങ്കിൽ ബാംഗ്ലൂർ മേജർ ഓപ്പറേഷൻസിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെയും IT കമ്പനികളുടെയും സിഇഒമാരും നേതൃത്വ നിലയിലുള്ള ഒരു ശക്തമായ പ്രതിഷേധം കർണാടക സർക്കാരിനെ അറിയിച്ചു. ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്നും ഓപ്പറേഷൻ മാറ്റേണ്ടി വരും. അന്യസംസ്ഥാനത്തേക്ക് പോകുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെയാണ്, അല്ലാതെ ഒരു ലോക്കൽ റിസർവേഷൻ അല്ല. കർണാടക സർക്കാരിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഉടനടി തന്നെ നിയമം പിൻവലിക്കുകയും ചെയ്തു. ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള പല സുഹൃത്തുക്കളിൽ നിന്നും മലയാളികളല്ലാത്തവരും മലയാളികളായവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു ശത്രുക്കളെ പോലെയാണ് അന്യസംസ്ഥാനക്കാരെ കാണുന്നത്, പ്രത്യേകിച്ച് മലയാളികളെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കന്നഡ സംസാരിക്കാത്തവർ, കന്നഡ എഴുതാനും വായിക്കാനും അറിയാത്തവർ ബാംഗ്ലൂരിൽ വേണ്ട എന്നതാണ് അവരുടെ നയം. എന്നാൽ ബാംഗ്ലൂർ ഇന്ന് കാണുന്ന ബാംഗ്ലൂരായി മാറിയത് ഈ അന്യസംസ്ഥാനത്ത് നിന്നും വന്ന ആൾക്കാരെ കൊണ്ടാണ് എന്നത് ഒരു നഗ്നമായ സത്യമാണ്. അതിവിടുത്തെ അഭ്യസ്തവിദ്യരായ ലോക്കൽസെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ബാംഗ്ലൂർ എന്ന നഗരം വലിയ താമസമില്ലാതെ 1-2 തലമുറ കൊണ്ട് ഒരു പ്രേത നഗരമായി മാറും. ഒരു സംശയവും വേണ്ട. കാരണം അന്യസംസ്ഥാനത്ത് നിന്നും വന്ന ആൾക്കാരുടെ കുടിയേറ്റം കാരണമാണ് ബാംഗ്ലൂരിൽ ഇത്രത്തോളം ഫ്ലാറ്റുകളും ഇത്രത്തോളം കമ്പനികളും ഇത്രത്തോളം അവസരങ്ങളും വന്നത്. ഈ തൊഴിലവസരങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഈ റെസിഡൻഷ്യലായിട്ടുള്ള ആൾക്കാരുടെ വർധന തന്നെയാണ് ബാംഗ്ലൂരിലുള്ള തൊഴിലുകളും കച്ചവട സ്ഥാപനങ്ങളും ക്രയവിക്രയവും ഒക്കെ വന്നതും ബാംഗ്ലൂർ സമ്പന്നമായ ഒരു നഗരമായി മാറിയത്. ഇന്നത്തെ ബാംഗ്ലൂർ പഴയ ബാംഗ്ലൂരല്ല. കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ബാംഗ്ലൂരിലെ കാലാവസ്ഥ പഴയ പോലെ അത്ര അതിമനോഹരമൊന്നുമല്ല. ചെന്നൈയിലെയോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയൊക്കെ പോലെ തന്നെ അത്യുഷ്ണം അനുഭവപ്പെടുന്ന നഗരങ്ങളിലൊന്നാണ് ബാംഗ്ലൂർ. കാലാവസ്ഥ യോജിച്ചിട്ടില്ല എങ്കിൽ പോലും ഇന്നും കമ്പനികൾ ബാംഗ്ലൂരിനെ തേടി വരുന്നുണ്ടെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്വാളിഫൈഡ് റിസോഴ്സാണ്. ആ റിസോഴ്സുകൾ ഈ കന്നഡ സംസ്ഥാനത്ത് നിന്നും മാത്രം ലഭിക്കില്ല എന്ന നഗ്നസത്യം ഇവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റും ആൾക്കാരും മനസ്സിലാക്കിയില്ലെങ്കിൽ IT കമ്പനികളും മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളും ബാംഗ്ലൂരിൽ നിന്നും പറിച്ചു നടപ്പെടും. അത് ബാംഗ്ലൂർ എന്ന നഗരത്തിനായിരിക്കും, കർണാടക എന്ന സംസ്ഥാനത്തിൻ്റെ ഒരു ഇൻകം സോഴ്സിനായിരിക്കും നഷ്ടമെന്നത് മനസ്സിലാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, അല്ലാതെ അന്യസംസ്ഥാനത്ത് നിന്നും ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരുടെ ആവശ്യമല്ല എന്നതാണ് RR ടോക്സിൻ്റെ അഭിപ്രായം. തദ്ദേശവൽക്കരണ നിയമം കൊണ്ടുവരുന്ന ആദ്യത്തെ സംസ്ഥാനമല്ല കർണാടകം. 2020 ഹരിയാന ഇതുപോലെയൊരു നിയമം പാസ്സാക്കിയിരുന്നു. എന്നാൽ കോടതി ഇടപെട്ട് ആ നിയമം റദ്ദാക്കുകയാണുണ്ടായത്. കാരണം ഇന്ത്യ പോലെ ഒരു സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ, മൾട്ടിനാഷണൽ കമ്പനികൾ വരണമെങ്കിൽ തദ്ദേശീയവൽക്കരണം സാധ്യമല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ബാംഗ്ലൂരിൽ സാമൂഹിക തലത്തിൽ നടക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളുണ്ട്. അത് ഒരിക്കലും മെട്രോ നഗരമായ ബാംഗ്ലൂരിന് ശുഭകരമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കന്നഡ സംസാരിക്കാൻ അറിയാത്ത പാസഞ്ചറെ ക്രൂരമായി ചീത്ത വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ക്യാബ് ഡ്രൈവർമാർ, ബസ്സിലും പൊതുയിടങ്ങളിലും കന്നഡ അറിയാത്ത ആൾക്കാരോട് മോശമായി പെരുമാറുന്ന ലോക്കലുകൾ, ഇവയൊക്കെ കർണാടകത്തിലെ ബാംഗ്ലൂരിലെ സാധാരണ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തെ ബാധിക്കുന്നു. ഇത് ഭാവി തലമുറയ്ക്കെങ്കിലും ദോഷം ചെയ്യുമെന്ന വസ്തുത അവിടുത്തുകാർ മനസ്സിലാക്കിയില്ലെങ്കിൽ നഷ്ടം അവരുടെ വരും തലമുറയ്ക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം. വർഷങ്ങളായി ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ സെറ്റിലായിട്ടുള്ള മലയാളികളടക്കമുള്ള അന്യസംസ്ഥാനക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരത്തിലൊരു പ്രശ്നത്തിൽ സംസ്കാരികമായ ഒരു പെരുമാറ്റം, ഒരു ഇടപെടൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കർണാടകത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട്. സംസ്ഥാനങ്ങൾ തിരിച്ച് വീണ്ടും നാട്ടുരാജ്യങ്ങൾ പോലെയായി മാറിക്കഴിഞ്ഞാൽ ഇന്ത്യ ശിഥിലമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കടലാസിൽ മാത്രം ഒതുങ്ങുന്ന രാജ്യമല്ല ഇന്ത്യ.
നാനാത്വത്തിൽ ഏകത്വം എന്ന് വിശ്വസിക്കുന്ന അത് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ. എന്തായാലും RR ടോക്സിൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഇത് എത്രത്തോളം ശരിയായ നടപടിയാണ് കർണാടകയിലെ ബാംഗ്ലൂരിൽ നടക്കുന്നത്? മലയാളികളടക്കമുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ അല്ലെങ്കിൽ അന്യസംസ്ഥാനത്തു നിന്നും വന്ന് ബാംഗ്ലൂരിൽ സെറ്റിലായിട്ടുള്ള ആൾക്കാർക്ക് നേരെ കന്നഡ ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ ശരിയാണോ? നിങ്ങളിതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.